ധനുഷേ, നമ്മുടെ സർക്കാർ ഈ പിഴിയൽ സർക്കാരായിട്ട് മാറുകയാണോ? കാരണം അതൊരു പുതിയ സംഭവമല്ലല്ലോ, പണ്ട് മുതലേ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അല്ല, അത് സർക്കാരുകൾ അത്യാവശ്യം അവർ നമ്മുടെ ടാക്സ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പിഴ ഈടാക്കൽ, തൊട്ടാലും പിടിച്ചാലും നടന്നാലും പോയാലും പിഴ, നമ്മൾ കൊടുത്താൽ പിഴ, കൊടുത്തില്ലെങ്കിൽ പിഴ, എല്ലായിടത്തും. പിണറായി വിരുദ്ധനാണോ? അല്ല, ഞാൻ പിണറായി വിരുദ്ധ ചോദിക്കട്ടെ, അവരെന്തിലാ പിഴ ഈടാക്കുന്നത്? ഇവിടെ എല്ലാം ക്യാമറ വെച്ച് പിഴ ഈടാക്കുമെന്ന് പറഞ്ഞു ഒരു ഒറ്റ എണ്ണം പോലും വർക്ക് ചെയ്യുന്നില്ല ഇപ്പൊ. പിഴ ഈടാക്കുന്നെന്ന് പറഞ്ഞ അവർ നമ്മളെ പേടിപ്പിച്ചത് മാത്രമേ ഉള്ളൂ, ഒരെണ്ണം ഒറ്റ പോലും. പിന്നെന്താ മാലിന്യം വലിച്ചെടുക്കുന്നത്? ഒരാള് മെനങ്ങാന്ന് ഇന്നലെ ആഴമേഴഞ്ചാം തോട്ടിൽ മുങ്ങി മരിച്ചു, എന്നിട്ട് പോലും പിഴ ഈടാക്കാത്ത സർക്കാരാണ് ഇവിടെ ഉള്ളത്. സർക്കാരിനെ എങ്ങനെ കുറ്റം പറയല്ല കേട്ടോ, അവരൊന്നിലും പിഴ ഈടാക്കുന്നില്ല, അവർ കനത്ത നമുക്ക് ഫേവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദിവസവും നമ്മൾ കാണുന്നത് പിഴ ഈടാക്കുക. ഇന്ന് പത്രത്തിൽ ഒരു പ്രധാന വാർത്ത വന്നിട്ടുണ്ട്, വാഹനങ്ങൾ പിന്നെ രൂപമാറ്റം വരുത്തിയാൽ പിഴ ഈടാക്കും, അതല്ലെങ്കിൽ വാഹനത്തിൽ കൂടുതൽ പിന്നെ ഭാരം കയറ്റിയാൽ പിഴ ഈടാക്കും. പക്ഷെ ഇതെല്ലാം നിയമപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഈ പിഴ ഈടാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണ്, അതായത് കുത്തിമറിച്ചിടാനുള്ള നല്ലൊരു ഉണക്കത്തങ്ങാണ് ഈ വാഹനങ്ങൾ എന്ന് പറയുന്നത്, ഇല്ലേ? എപ്പോൾ നമ്മൾ തൊട്ടതിന് പിടിച്ചതിന് നോക്കിയാലും വാഹനം ഓടിക്കുന്ന ആൾക്കാർക്ക് നേരെയാണ് സർക്കാർ പിഴ ഈടാക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരിക്കുന്നത്. എപ്പോഴും വാഹനം ഓടിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ പിഴ, ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പിഴ, ഹെൽമെറ്റ് ഉണ്ടെങ്കിലും ഹെൽമെറ്റിന്റെ ബക്കിൾ ഇട്ടില്ലെന്ന് പറഞ്ഞ് പിഴ. ക്യാമറ വന്നപ്പോൾ ഒരു പള്ളിയിലച്ഛന്റെ താടി ഇങ്ങനെ ഇരുന്ന് സീറ്റ് ബെൽറ്റ് മറഞ്ഞു പോയതിന് പിഴ. പിന്നെ പുള്ളിക്കാരൻ പിഴ കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ രൂപയ്ക്ക് പെട്രോൾ അടിച്ച് അത് ഓഫീസിൽ വന്ന് ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് വിശദീകരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിനും പിഴ. പക്ഷേ ഏറ്റവും കൂടുതൽ പിഴ ഈടാകുന്നത് ഈ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട വാഹനമുണ്ടോ ചേട്ടന്? നമുക്ക് വാഹനമില്ല, ഇപ്പം ജീവിക്കാൻ ഒന്നുമില്ലെങ്കിലും ഒരു ടൂ വീലറെങ്കിലും നമുക്ക് ഉണ്ടാവും. അടിച്ചിട്ടുണ്ടോ? എന്റെ ഇതിൽ ഇതുവരെയും വന്നിട്ടില്ല, എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കും. ഇതുവരെ ഹെൽമെറ്റ് വെക്കാതെ പോവുകയാണ്, ഹെൽമെറ്റൊക്കെ വെച്ച് തന്നെയാണ് ഞാൻ പോകുന്നത്, കാരണം ഇതുവരെയും പറ്റി അടിച്ചിട്ടില്ല. ഇപ്പൊ പിള്ളേച്ച കള്ളം പറയാനെന്ന് വിചാരിക്കും, ഇപ്പൊ കറക്റ്റ് ആയി, ഇല്ലെങ്കിൽ പിള്ളേച്ച കള്ളം പറയാനെന്ന് വിചാരിക്കും. അപ്പൊ ഈ പിഴ ഇത് സത്യം പറഞ്ഞാൽ ഈ തൊട്ടതിന് പിടിച്ചതിനുമില്ല ജനങ്ങൾക്ക് നേരെ പിഴ ഈടാക്കുന്ന ഈ സമീപനം ശരിയല്ല. ഇപ്പൊ ഈ ആകാശ് തില്ലങ്കേരിയുടെ വിഷയം വന്നതിന് ശേഷമാണ് സർക്കാർ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. സ്വാഭാവികമായിട്ട് ഇതിന് 2 ദിവസത്തെ ആയുസ് മാത്രമേ കാണുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഗണേഷ് കുമാർ ഇരിക്കുന്നത് കൊണ്ട് ഗണേഷ് കുമാർ ഒന്ന് സ്ട്രോങ് ആയിട്ട് പിടിക്കും, അയാൾ ഒരു നല്ല മന്ത്രിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ രീതിയിലുള്ള ഒരു എടുത്തുചാട്ടം ഉണ്ടെങ്കിൽ ഗണേഷ് കുമാർ ഒരു നല്ല മന്ത്രി തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ പിണറായി സർക്കാരിൻ്റെ ഈ ഇതിൽ ഇരിക്കുന്നതുകൊണ്ട്, പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ ഇരിക്കുന്നതുകൊണ്ട് പലതും ചെയ്യാൻ വിടില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. ജനങ്ങളിലേക്ക് ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന കാര്യമാണ് ഈ വാഹനങ്ങളുടെ പിഴ എന്ന് പറയുന്നത്. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം, ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പിഴ അടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് വാഹനങ്ങൾ മോഡിഫൈ ചെയ്താൽ പിഴ എന്നാണ്. ഇവിടെ വാഹനങ്ങൾ മോഡിഫൈ ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മോഡിഫൈ ചെയ്താൽ പിഴ. അപ്പോൾ ഈ മോഡിഫൈ ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ തുറന്നു വെച്ചിരിക്കുന്ന പല കടകളും ഇവിടെ ഉണ്ട്. ആ കടകളിൽ ഇവിടെ സാധനങ്ങൾ എങ്ങനെ വരുന്നു, അതെങ്ങനെ ആൾക്കാർ മേടിക്കാനായിട്ട് തുറന്ന് വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നു എന്നുള്ളൊരു സംഭവം വലിയ രീതിയിലുള്ള ചോദ്യചിഹ്നമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഇപ്പോഴിതാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്താണ്, പുള്ളിക്കാരനും ഗണേഷ് കുമാറും അത്ര രസത്തിലല്ല എന്നൊക്കെ നമ്മൾ കേട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പുള്ളിക്കാരൻ ഗണേഷ് കുമാറിൻ്റെ ഡെസ്കിൽ ആഞ്ഞടിച്ചിട്ട് ഇറങ്ങിപ്പോയി എന്നൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം രണ്ടുപേരും ആയി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വാഹനത്തിന് രൂപമാറ്റം വരുത്തിയാൽ 5000 രൂപയാണ് പിഴ. 5000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു രൂപമാറ്റത്തിനല്ല, ഓരോ രൂപമാറ്റത്തിനും 5000 രൂപയാണ്. ഉദാഹരണം, നമ്മൾ സൈലൻസർ രൂപമാറ്റം വരുത്തിയിരിക്കുന്നു, വണ്ടിയിൽ വേറെ സൈലൻസർ അല്ലാതെ വേറെ എവിടെയെങ്കിലും രൂപമാറ്റം വരുത്തി കഴിഞ്ഞാൽ 10000 രൂപയാണ് പിഴ. അതായത് 5000 ഈ ക്യാമറയുടെ അതേ സെറ്റപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അധികകാലം പോകാനുള്ള സാധ്യത. ഇത് ആർക്കാണ് ബാധകം? ഇത് പ്രശ്നം വാഹനം ഓടിക്കുന്നവർക്കാണല്ലോ ബാധകം. വാഹനം ഓടിക്കുന്നെന്ന് പറയുമ്പോൾ മന്ത്രിമാരുടെ വാഹനവും അതുപോലെ റോഡിൽ ഇറങ്ങി ഓടുന്ന വാഹനങ്ങളാണ്. മന്ത്രിമാരുടെ വാഹനത്തിലെ ഹാൺ പോലും ഹൈക്കോടതി നിരോധിച്ചിരിക്കുന്ന ഹാണാണ്. ചെവി പൊട്ടി. കാരണം KSRTCയിൽ നമ്മൾ കാണുന്നത്, നമ്മൾ ബൈക്കിലൊക്കെ വരുമ്പോൾ തൊട്ട് പിറകെ ഒരു ഇതൊരു സൗണ്ട് കേൾക്കും. നമ്മൾ വിചാരിക്കും ഏതോ ഒരു ഓട്ടോറിക്ഷ വരുന്നതായിരിക്കും എന്നായിരിക്കും നമ്മൾ അതനുസരിച്ച് വണ്ടി ഓടിക്കുന്നത്. പക്ഷെ തൊട്ടടുത്ത് വരുമ്പോഴാണ് ഒരു ഭീകരമായ KSRTCയുടെ കാര്യങ്ങൾ നോക്കാൻ. പ്രൈവറ്റ് ബസ്സിൽ എറണാകുളത്തിൽ നമ്മുടെ പട്ടണത്തിലുള്ള പ്രൈവറ്റ് ബസ്സിനകത്ത് ചെവി പൊളിക്കുന്ന ഹാണാണ്. മന്ത്രിമാരുടെ വണ്ടികളിൽ, കാറിൽ ഹാണാണ്. അതിന്റെ ഫ്രണ്ടിൽ മറ്റേ ഗ്രില്ല് വെക്കാൻ പാടില്ല. അതായത് കാറിന്റെ ഫ്രണ്ടിൽ ഈ ബോണറ്റിന്റെ അപ്പുറത്ത് ഉണ്ടല്ലോ ബമ്പറിന്റെ ഫ്രണ്ടിലേക്ക് തങ്ങി നിൽക്കുന്ന ബമ്പറിന്റെ വെളിയിലേക്ക് തങ്ങി നിൽക്കുന്ന തരത്തിലുള്ള പിന്നെ ഗ്രില്ലുകളൊന്നും വെക്കാൻ പാടില്ല. ഇങ്ങനെ നിയമമുണ്ട്. പക്ഷെ ഉണ്ട്, മന്ത്രിമാരുടെ ഉണ്ട്, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ കാറുകളിലുണ്ട്, വലിയ വകുപ്പ് മേധാവികളുടെ വാഹനങ്ങളിലുണ്ട് അതൊക്കെ. അപ്പൊ അതാരാണ് നോക്കുന്നത്? ഈ പാവം സാധാരണ നമ്മളെ പോലുള്ള ആൾക്കാർ ഒരു പിന്നെ വണ്ടിയും കൊണ്ട് ഇറങ്ങുമ്പോൾ
ഈ നേരത്തെ ധനുഷ് പറഞ്ഞ പോലെ ഇവിടെ ഈ ബക്കിൾ ഇട്ടില്ലെങ്കിൽ ഉടനെ പിന്നെ ഫൈൻ. ഇത് സാധാരണക്കാരന് മാത്രമേ അനുഭവിക്കൂ. ഈ പറയുന്ന ഈ മന്ത്രിയുടെ കാറിന് പോലും നിയമവിരുദ്ധമായ ഹാണാണ് ഈ മന്ത്രി വെച്ചിരിക്കുന്നത്. എന്നിട്ടാണ് മന്ത്രി മറ്റുള്ളവരുടെ പറയുന്നത്. ഇത് ഈ ആകാശ് തില്ലങ്കേരി പനമരം ടൗണിലൂടെ രൂപമാറ്റം വരുത്തിയ ജീപ്പ് ഓടിച്ചതിന്റെ പേരിലാണ് ഇപ്പോൾ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് നിർദ്ദേശിച്ചതിന്റെ പേരിലാണ് ഇപ്പൊ മുഴുവൻ ആൾക്കാർക്കും പിഴയിടാൻ പോകുന്നു എന്ന് പറയുന്നത്. എങ്കിലും ആകാശ് തില്ലങ്കേരി വീണ്ടും അങ്ങനെ തന്നെ ജീപ്പ് ഓടിക്കും. അങ്ങനെ തന്നെ ഓടിക്കും. അവർക്ക് അവർ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ള രീതിയിൽ ഓടിക്കും. അതെ, പിഴയും ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിഴ ഇടുവാണെങ്കിൽ എന്തോന്നൊക്കെ പറഞ്ഞിടും. അല്ല, അവന് പിഴ ജീപ്പ് പോലും വേറെ ആളുടെ ജീപ്പ് പൈസ ഇല്ല. ആ ജീപ്പ് വേറൊരാളുടെ ജീപ്പാണ്. അയാൾക്കാണ് ഇപ്പോൾ 9 കേസ് നിരന്തരം പിഴയും ഇതിന്റെ പേരിൽ ചെന്നിരിക്കുന്നത്. ആകാശ് തില്ലങ്കേരിയുടെ ലൈസൻസ് റദ്ദ് ചെയ്യുമെന്ന് പറഞ്ഞ് പോലീസ് രംഗത്തെത്തിയായിരുന്നു. വലിയ നടപടി എടുക്കാൻ പോകണമെന്ന് ജനങ്ങളെല്ലാം വിചാരിച്ചിരുന്നു. അപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാൾക്ക് ലൈസൻസ് ഇല്ല. റദ്ദ് ചെയ്യാൻ ലൈസൻസ് ഉണ്ടെങ്കിലല്ലേ ലൈസൻസ്. അല്ല, ഇയാളെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ സഞ്ജു ടെക്കിയൊക്കെ എന്ത് മഞ്ഞിനാണെന്ന്. ഒരുപാട് സഞ്ജു ടെക്കിയെ വെച്ചിട്ട് വലിയൊരു അയ്യാവണക്കം ചെയ്തതല്ലേ സഞ്ജു ടെക്കിയുടെ മേലെ ഈ സർക്കാർ കുതിര കയറുന്നതിന്റെ മാക്സിമം കയറി. അവൻ കാണിച്ചത് സത്യം പറഞ്ഞാൽ കൊള്ളജിതായ്മയാണ് 100%. എന്നിട്ട് അവനത് നമ്മുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയും ചെയ്തു. പക്ഷെ അതിന്റെ പേരിൽ സർക്കാർ അവനെ കൊണ്ട് കക്കൂസ് കഴിപ്പിച്ചു. അത് കഴിഞ്ഞ് അവനെ വീഡിയോകളെല്ലാം ബാൻ ചെയ്തു. അവന്റെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കി. വണ്ടി പുറത്തിറക്കരുതെന്ന് പറഞ്ഞു. 4 സംഭവമായി. ഏറ്റവും അവസാനം ചെയ്തതാണ് കടുത്തുപോയത്. അതായത് യൂട്യൂബിൽ നിന്ന് അവന് കിട്ടിയ വരുമാനം മുഴുവൻ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. ഇതിൽ 4-1 മേയറുടെ വിഷയത്തിലോ അല്ലെങ്കിൽ ആകാശ് തില്ലങ്കേരിയുടെ വിഷയത്തിലോ ഗണേഷ് കുമാർ പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല. അല്ല, മേയറുടെ വിഷയത്തിൽ ആ സമയത്ത് ഗണേഷ് കുമാറിനെ നേരിട്ട് കാണാൻ ചെന്നിട്ട് പോലും ഗണേഷ് കുമാർ മൈൻഡ് ചെയ്യാതെ പോയെന്നാണ് യദു തന്നെ പറഞ്ഞത്. ഗണേഷ് കുമാറിനെ നേരിട്ട് കാണാൻ പോയി. മേയറാണ് മോട്ടോർ വാഹന ലംഘനം നടത്തിയത്. ആ ലംഘനം നടത്തിയിട്ട് പോലും എന്നിട്ട് ഗണേഷ് അങ്കിളിന്റെ മേയർ വിളിച്ചു. അതേസമയം മേയറും ആയതുകൊണ്ടും ഇവിടെ ആകാശ് തില്ലങ്കേരി പാർട്ടിയുടെ സ്വന്തം ആളായതുകൊണ്ടും അവർക്ക് കിട്ടുന്ന കൺസിഡറേഷൻ ഇവിടെ പാവപ്പെട്ട ആൾക്കാർക്ക് കിട്ടില്ല. അതാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ ഈ പിഴ ആർക്കെതിരായിട്ടാണെന്നാണ്. ഈ മേയർക്കെതിരായിട്ട് എന്തുകൊണ്ട് ഇതുവരെ നടപടി എടുത്തില്ല? മേയറുടെ കാറ് കൊണ്ടുവന്ന് കുറുകെ നിർത്തി CCTV ദൃശ്യങ്ങളിൽ നമ്മളെ ലോകം മുഴുവൻ കണ്ട്, കേരളം മാത്രമല്ല ലോകം മുഴുവൻ കണ്ടതാണ്. ഈ സീബ്ര ലൈനിൽ കുറുകെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ട് ഒരു ബസ് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിനെ തടഞ്ഞിടുകയാണ് ചെയ്തത്. ഒന്ന്, ഓടിക്കൊണ്ടിരുന്ന സർവീസ് ബസ്സിനെ തടഞ്ഞത് ഒരു തെറ്റ്. 2, സീബ്ര ലൈനിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിരുന്ന തെറ്റ്. അതും കുറുകെ കൊണ്ട് നിർത്തിയിരുന്ന അടുത്ത തെറ്റ്. ഇങ്ങനെ ഇത്രയും തെറ്റ് ചെയ്തിട്ട് അതിനൊന്നും പിഴയുമില്ല, നടപടിയുമില്ല. ഇപ്പോൾ വീണ്ടും ഓരോരോ പദ്ധതികളുമായിട്ട് വരുന്നത്. അപ്പോഴാണ് പിന്നെ ഇയാൾ നല്ലൊരു മന്ത്രിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കും വലിയ താല്പര്യമായിരുന്നു. ഗണേഷ് കുമാർ കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ടിരുന്നു. പക്ഷേ ഇപ്പം വന്നിട്ട് അദ്ദേഹം ആദ്യം കൊണ്ടുവന്ന ഒരു പദ്ധതി, അതായത് നമ്മുടെ റോഡുകളിൽ പോകുന്ന ഇലക്ട്രിക് ബസ്സുകൾ നിർത്തലാക്കും, നഷ്ടമാണ്, ഇത് അനാവശ്യമാണ്, ഇത് കൊള്ളയാണെന്നൊക്കെ പറഞ്ഞ് നിർത്തലാക്കുമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു നയമല്ലേ. അതായത് നമ്മുടെ സിറ്റി ക്ലീൻ ആക്കുക, ഈ എയർ പൊല്യൂഷൻ. കാരണം ഡൽഹിയിലൊക്കെ ആളുകൾ പിന്നെ മാസ്ക് വെച്ചുകൊണ്ടാണ് പല ദിവസങ്ങളും പുറത്തിറങ്ങുന്നത്. കാരണം ക്ലീൻ ആക്കുക എന്നതിനെക്കാട്ടിലുപരി അത് വലിയൊരു തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് വലിയൊരു അത്താണിയായിരുന്നു. ഈ തിരുവനന്തപുരത്ത് ഓട്ടോക്കാരുടെ നടുപിടിക്കുകയും ചെയ്തു. കാരണം ഓട്ടോക്കാരോട് തിരുവനന്തപുരം ജില്ലയിലുള്ള ആൾക്കാർക്ക് ഒരു താല്പര്യക്കുറവുണ്ട്. കാരണം ഇവര് ഓട്ടോക്കാർ വലിയ രീതിയിൽ തിരുവനന്തപുരത്തെ ജനങ്ങളോട് വലിയ രീതിയിൽ പോരെടുക്കുന്ന ഒരു സാഹചര്യം ചില സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഓട്ടോ അവരുടെ ആ ഒരു സൗകര്യത്തിനനുസരിച്ച് നമ്മൾ പോവേണ്ട ഒരു സാഹചര്യം. ഇവർ നമ്മളെ കൊണ്ടാക്കേണ്ട ആൾക്കാരാണ്. പക്ഷേ ഓട്ടോയൊക്കെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ പോകും ചോദിക്കുമ്പോൾ ഇവർ പറയില്ല, ഞാൻ അതുവഴിയില്ല, ഞാൻ വേറെ വഴിയാണ് പോകുന്നത്, അതുവഴിയാണ് പോകുന്നതെങ്കിൽ ഞാൻ കൊണ്ടാക്കാം, പിന്നെ പൈസ ഇതൊക്കെ. അപ്പോൾ അവർക്കൊരു വലിയ തിരിച്ചടിയായി. പക്ഷെ അതാണ് ഈ ബസ് സംബന്ധിച്ചിടത്തോളം ബസ് നമുക്ക് ആവശ്യമായ ഒരു കാര്യമാണ്. നമ്മുടെ നയപരമായ നമ്മുടെ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സംഗതിയായിരുന്നു. അതിനെ തള്ളിപ്പറയുന്ന ഒരു മന്ത്രിയാണ് വന്നത്. എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം വീണ്ടും 300-ലധികം ബസ്സുകൾ, ഡീസൽ ബസ്സുകൾ വാങ്ങാൻ പോകണം, അതുപോലത്തെ ചെറിയ ബസ്സുകൾ വാങ്ങാൻ പോവുകയാണ്. ആലോചിക്കുക. അപ്പോൾ പിന്നെ എങ്ങനെ മന്ത്രിയോ? മാത്രമല്ല ഇദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവന, തമിഴ്നാട്ടിൽ വാഹനങ്ങൾ നിയന്ത്രിച്ചാൽ ഇവിടെ ശബരിമലയിൽ വരുന്ന അയ്യപ്പ വാഹനങ്ങളെ ഞങ്ങൾ തടഞ്ഞിടുമെന്ന്. നോക്കുക, എന്തൊരു നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന ഒരു മന്ത്രി, ഒരു കാരണവശാലും ഒരു മന്ത്രി പറയാൻ പാടില്ലാത്തതല്ലേ. അയ്യപ്പ ഭക്തന്മാരുടെ വാഹനങ്ങളെ തടഞ്ഞിടുമെന്ന് പറയുന്നത്. നമ്മുടെ ശബരിമല നിന്ന് പോകുന്നത് തന്നെ, ഈ ദേവസ്വം ബോർഡ് നിന്ന് പോകുന്നത് ശബരിമല കൊണ്ടാണ്. ഈ ശബരിമല നിന്ന് പോകുന്നതിന് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും വരുന്ന നമ്മുടെ പിന്നെ അയ്യപ്പ ഭക്തന്മാരാണ്. അവർ വരുന്ന വാഹനം ഞാനിവിടെ തടഞ്ഞിടുമെന്നൊരു മന്ത്രി, കേരളത്തിലെ മന്ത്രി പറഞ്ഞിട്ട് നമ്മുടെ ഈ മന്ത്രിയായിട്ട് ബന്ധപ്പെട്ടവരോ, ഈ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടവരോ, ഈ ദേവസ്വം ബോർഡുകാരോ, ദേവസ്വം ബോർഡിൻ്റെ അത്താണിയാണ് ഈ
ഈ ശമ്പളം കൊടുക്കാനും പട്ടിണിയില്ലാതെ പോകാനും കഴിയുന്നത് ആകെ ശബരിമല അയ്യപ്പനെ കൊണ്ടാണ്. ആ അയ്യപ്പന്മാരെ വരുന്നവരുടെ തടയുമെന്ന് ഈ മന്ത്രി പറഞ്ഞിട്ട് നമ്മുടെ ദേവസ്വം ബോർഡിൽ നിന്നോ ഒരു പ്രതിഷേധം വന്നില്ലല്ലോ. എനിക്ക് നേരത്തെ അതുണ്ടായിരുന്നു, നല്ല താല്പര്യമായിരുന്നു. എനിക്കിപ്പോൾ പോയത് അതുകൊണ്ട് ഒന്ന് ഈ ഇലക്ട്രിക് ബസ് നിയന്ത്രിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് നമ്മുടെ ഒരു നയത്തിന്റെ ഭാഗമാണ്. നമ്മുടെ പൊല്യൂഷൻ കൺട്രോളിങ്ങിന്റെ നമ്മുടെ പരിസ്ഥിതി പ്രശ്നമാണ്. കാരണം ലോക പരിസ്ഥിതി വിഷയം നമ്മൾ അനുഭവിച്ചുകൊണ്ട് ലോകതാപനം നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഈ ഉണ്ട്. കൊച്ചി എന്നാണോ ഇനി ഡൽഹി പോലെ ആകാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പ് വരുന്നു. ഡൽഹി ആ അവസ്ഥയിലായി കഴിഞ്ഞു, ജീവിക്കാൻ പറ്റാത്തൊരു നാടായിട്ട് ഡൽഹി മാറിക്കഴിഞ്ഞു. കൊച്ചി അതാവാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. കറക്റ്റ് കണക്കുകൾ വെച്ചാണ് റിപ്പോർട്ട് വരുന്നത്. തിരുവനന്തപുരം അതുപോലെ ആകാൻ പോകുന്നു. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ബസ്സുകളും ഇലക്ട്രിക് കാറുകളും വരുമ്പോൾ അതിനെ എതിർക്കുക. അല്ലെങ്കിൽ സർക്കാരിൻ്റെ വണ്ടിയാണ് ഇവിടെ ഏറ്റവും അധികം പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. കാരണം നമ്മുടെ ഈ റോഡിൽ കൂടെ സിറ്റി കൂടെ ഓടുന്ന ഏറ്റവും അധികം ഓടുന്ന ബസ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ബസ്സാണ്. അപ്പോൾ അവരാണ് ഈ പൊല്യൂഷൻ അത്രയും ഉണ്ടാക്കുന്നത്. കാരണം സർക്കാർ വാഹനത്തിന്റെ പൊല്യൂഷൻ നമ്മൾ കാണുന്നുണ്ടല്ലോ. വലിയ തടിമാടൻ വണ്ടികൾ ഇങ്ങനെ വലിച്ചെടുത്ത് കട്ട പുക പുറത്തിട്ടാണ് പോകുന്നത്. അപ്പൊ അതിനൊരു നല്ലൊരു ഇതായിരുന്നു ഇലക്ട്രിക് ബസ് എന്ന് പറയുന്നത്. അതിനെ തള്ളിപ്പറഞ്ഞ് അതില്ലാതാക്കിക്കൊണ്ട് ഇനി ഒരൊറ്റ ഇലക്ട്രിക് ബസ് കൂടെ വരില്ല ഇതേ മന്ത്രിയായിരിക്കുമ്പോൾ. 300 പുതിയ ഇതേപോലത്തെ കൊച്ചു ഡീസൽ വണ്ടികൾ ഇറക്കുന്നു. വീണ്ടും പൊല്യൂഷൻ ഉണ്ടാക്കാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് താല്പര്യം കുറഞ്ഞു. ഇതിപ്പോൾ പല വിധത്തിലുള്ള രൂപമാറ്റങ്ങൾക്ക് പിഴയടിക്കുമെന്നാണ് പറഞ്ഞത്. അതുകൂടെ നമുക്ക് പറഞ്ഞു നിർത്താം. ഇരുചക്ര വാഹനത്തിന് ഹാൻഡിലും ഗാർഡും മാറ്റും, പുകക്കുഴലിൽ തീ തുപ്പുന്ന സെറ്റപ്പ്, സെൻട്രൽ സ്റ്റാൻഡ് തറയിൽ ഉരഞ്ഞ് തീപ്പൊരി വരുന്ന, അങ്ങനെയുള്ളതിനൊക്കെ പിഴയുണ്ട്. കാറും ജീപ്പും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ടയർ, വലിയ ടയർ ഉണ്ടല്ലോ, വലിയ മോഡിഫൈ ചെയ്ത ടയർ, പിന്നെ തീവ്ര പ്രകാശമുള്ള LED ലൈറ്റുകൾ, സൈലൻസറിലെ മാറ്റം സ്വാഭാവികമായിട്ടും ഉണ്ടായിക്കോട്ടെ. ട്രാവൽ ബസ്സാണ് ഇനി ഏറ്റവും വലിയ സംഭവം. വയറിംഗ് സിസ്റ്റത്തിൽ മൊത്തത്തിൽ മാറ്റി കഴിഞ്ഞാൽ കാതടപ്പിക്കുന്ന മ്യൂസിക് സിസ്റ്റവും കണ്ണ് ഫ്യൂസ് ആകുന്ന ലൈറ്റുകളും വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റും. ഓരോ രൂപ മാറ്റത്തിന് ഞാൻ പറഞ്ഞില്ലേ 500 രൂപ വെച്ച് പിഴ ഓരോ രൂപ. അപ്പോൾ ബൈക്ക് സൈലൻസറിന് വേറെ എവിടെയെങ്കിലും മാറ്റി കഴിഞ്ഞാൽ 10,000 രൂപ. ഇതൊക്കെ ഇത് കറക്റ്റാണ്, ഇതൊക്കെ വേണ്ടതാണ് നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ ആവശ്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു അതൊക്കെ ആവശ്യം തന്നെയാണ്. കാരണം അനാവശ്യമായിട്ട് നമ്മുടെ രാത്രിയൊക്കെ ഈ ലൈറ്റ് ചിലത് ഇങ്ങോട്ട് അടിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ പരിസരം നമ്മൾ മറന്നു പോകും. നമ്മുടെ വാഹനത്തിൻ്റെ കൺട്രോൾ പോകും. നമ്മൾ ഞാൻ ബൈക്കിലാണല്ലോ പോകുന്നത്, എനിക്ക് കാറൊന്നുമില്ല, ബൈക്കിലാണ് പോകുന്നത്. കാറായിരുന്നാൽ പോലും അവിടെ ഒരു ഫ്ലിക്കറിങ് വന്നാൽ പോലും നമ്മൾ അനുഭവിച്ചു പോകും. അതൊക്കെ പിഴ ഈടാക്കുന്നത് നല്ലത് തന്നെയാണ്, യാതൊരു കുഴപ്പമില്ല, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഞാനിത് പറഞ്ഞത് ഈ പിഴകൾ മാത്രം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വാഹനങ്ങൾക്കെല്ലാം യാതൊരു പ്രശ്നമില്ല. അവരുടെ മന്ത്രി പോകുന്ന വാഹനത്തിൽ പോലും പിന്നെ നിയമവിരുദ്ധമായിട്ടുള്ള ആൾട്രേഷൻസ് ഒക്കെ വരുത്തിയിട്ട് ആണും വെച്ചിട്ട് പോകുമ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ടത് ഇവിടെ അല്ലേ സാധാരണ. അതെ, എന്തായാലും നമുക്ക് നോക്കാം ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നോക്കാം. ഇത് AI ക്യാമറ പോലെ ആവതിരുന്നാൽ മതി. സംഭവം നല്ലൊരു ഐറ്റമാണ്. ആകാശ് തില്ലങ്കേരി കൊണ്ടുവന്നത് ആകാശ് തില്ലങ്കേരിക്ക് ബാധകമല്ലെങ്കിലും ജനങ്ങൾക്ക് മൊത്തം ബാധകമാണ് എന്നുകൊണ്ട് നമുക്ക് നോക്കാം. ഗണേഷ് കുമാർ ഇത് എന്ത് തീരുമാനമാണ്, ഇത് എങ്ങോട്ടാണ് ഈ പോക്കെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.